ഉംറ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ചെറിയ ചോദ്യോത്തരം തന്നെ എഴുതിയിട്ടുണ്ട്. 500 ചോദ്യം. ഉംറ എക്സ്പ്രസ് 2 ദിവസം കൊണ്ട്. കിതാബൊന്നും ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. തനി നാടന്മാർ പറഞ്ഞതാണ്. ഉംറയെ പറ്റി ഞമ്മൾക്ക് ഒരക്ഷരം ഒന്നും അറിഞ്ഞൂടാ. ഈ വെറും പാസ്പോർട്ട് കൊടുത്തതേ ഉള്ളൂ എന്നാ പറയും. എഴുതി ആ തർത്തീബിൽ ഞാൻ എഴുതിയതുണ്ട് മലയാളത്തിൽ. കൊണ്ടുക സിമ്പിള്. ഏത് ബാലപാഠം അറിഞ്ഞൂടാതാക്കുക എന്താക്കാം, അത് വായിച്ചാൽ ഉംറ ചെയ്യാം. ഫസ്ലും ഫീ റുക്നിൽ ഇഹ്റാം. ഇഹ്റാമിന്റെ കൈഫിയത്താണ് വിവരിക്കുന്നത്. ഫസ്ലുൻ എന്നേ ഉള്ളൂ. അൽ മുഹ്രിമു ഇഹ്റാം കെട്ടാൻ ഉദ്ദേശിച്ചവൻ യൻവി ബിഖൽബിഹി ഉജൂബൻ ഹൃദയം കൊണ്ട് എന്താക്കണം? ഹജ്ജിനാണോ പ്രവേശിക്കുന്നത്, ഉംറയിലാണോ, രണ്ടിലുമാണോ? അല്ല ഇത്ലാഖാണോ? ലി ഖബരി ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വലിസാനിഹി നാവ് കൊണ്ട് പറയലും സുന്നത്താണ്. നദുവൻ നവൈത്തുൽ ഹജ്ജ ലില്ലാഹി തആല നവൈത്തുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹി തആല. വായി കൊണ്ട് എടുത്ത് പറയൽ പ്രത്യേകം സുന്നത്ത്. സിറാക്കണം, വളരെ സിറായിട്ട്, അടുത്തുള്ള ആൾ കേൾക്കുന്ന രൂപത്തിലല്ല. നമസ്കാരത്തിലുള്ള ദിക്ർ പോലെ. അതുപോലെ ഇതിൽ വെക്കുന്ന ഒരു തൽബിയത്തുണ്ട്, പേര് വെച്ചുകൊണ്ടുള്ള തൽബിയത്ത്. സാധാരണ തൽബിയത്ത് പുളകം കാട്ടണം ശബ്ദത്തിൽ. ഇതെന്ന് പറഞ്ഞാൽ സിറാക്കേണ്ട തൽബിയത്താണ്. അതിൽ പേരും വെക്കുന്നുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജ് ലബ്ബൈക്. അതായത് ഞാൻ കെട്ടിയത് ഹജ്ജിനാണ് എന്ന് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉംറക്കാണ് തൽബിയത്ത്. അതും വളരെ വളരെ സിറാക്കണ്ടേ വേണം. ഇതെല്ലാം ഇത്തിബായ് തന്നെയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇത്തിബായ്. നവൈത്തുൽ ഉംറത നവൈത്തുൽ ഹജ്ജ വഅഖിബഹുമാ, ഇവ രണ്ടിന്റെയും ഉടനെ യുലബ്ബി നദവന്ന നമസ്കാരത്തിലുള്ള തക്ബീറത്തുൽ ഇഹ്റാം പോലെയാണ്. ഉടനടിയായി തൽബിയത്ത് തുടങ്ങണം. പക്ഷെ ജനറൽ തൽബിയത്തല്ല. ജനറൽ തൽബിയത്തിൽ പേര് വെക്കാൻ പറ്റില്ല എന്നാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ജനറൽ തൽബിയത്ത് ജഹ്റാക്കൽ സുന്നത്ത്. ഇത് ഇഹ്റാം കെട്ടിയ വകയിലുള്ള ഒരു തൽബിയത്ത്. ഇതിൽ പേരും വെക്കും. ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജിൻ വഉംറത്തിൻ ലബ്ബൈക്. പേര് സൈദാണ് സിറാട്ടൻ. ഫയഖൂലു അവൻ പറയണം നവൈത്തുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ഇലാ ആഖിരി വലാ തജിബു നിയ്യത്തുൽ ഫർളിയ്യത്തി ജസ്മാ. ഫർളാണെന്ന് കരുതേണ്ട ആവശ്യമേ ഇല്ല, സുന്നത്തും ഇല്ല എന്നാണ്. ഫർളെന്നോ സുന്നത്തെന്നോ ഒന്നും മുണ്ടിപ്പോണ്ട എന്നാവശ്യമില്ല. വുജൂബും ഇല്ല, സുന്നത്തും ഇല്ല. കരുതിക്കൂട്ടി നഫില് കരുതിയാൽ പോലും പരിഗണനയില്ല. അവ മൊഴിയുന്നതായ ഒന്നുകൊണ്ട് കൽബിനെതിരായിട്ട് നാവ് കൊണ്ട് പറഞ്ഞു പോയി. എന്നാല് പോവോ ഹജ്ജ് ഉംറ? കൽബിൽ കരുതി ഉറപ്പിച്ചതിനെതിരായിട്ട് നാവിൽ അവളി വെച്ച് പോയി. എന്നാല് പരിഗണനയില്ല. പിന്നെ പരിഗണന ഉള്ളത് കൽബിലാണെന്ന. അങ്ങനല്ല, കൽബിൽ കരുതിയുറപ്പിച്ചതിനെതിരായിട്ട് നാവ് കൊണ്ട് പറഞ്ഞു പോയാൽ ഒന്നും സംഭവിക്കാനില്ല. നിയ്യത്ത് വെക്കുമ്പോൾ ഖിബലക്ക് മുന്നിലുണ്ട് അല്ലേ? നിയ്യത്ത് വെക്കുമ്പോൾ എന്ത് വേണം?
പിന്നെ അല്ലാഹുമ്മ ഉഹ്രിമു ലക അഹ്റമലക ശഅരി വബശരി വലഹമി വദമി അങ്ങനെല്ലാം കൂട്ടിച്ചെല്ലാനെല്ലാം ഉണ്ട്. തൽബിയത്തടിച്ചു ലബൈക അല്ലാഹുമ്മ നിയത്ത് വെച്ചിട്ടില്ല, പോലും ഹജ്ജിൽ പ്രവേശിക്കുന്നു ഉംറയിൽ പ്രവേശിക്കുന്നു എന്ന് കരുതിയിട്ടില്ല. ലം യന്നകിദ് ഇഹ്റാം, അവന്റെ ഇഹ്റാം വട്ട പൂജ്യം. ഏതുപോലെ അവയവങ്ങൾ കഴുതി കുളിയുടെയോ ഒന്നുവിന്റെയോ നിയത്തില്ലാണ്ട് വെള്ളം കോരി പറഞ്ഞു. എന്നാലും വേണ്ടതുപോലെ ഹജ്ജ് ഉംറ കരുതിയിട്ടുണ്ട്. വലം യുലബി, ഒരൊറ്റ ഹർഫ് എന്താക്കിയിട്ടില്ല. ഉടനടിയായി തൽബിയത്ത് വേണ്ടേ, തൽബിയത്ത് മുണ്ടിയതേ ഇല്ല. ഒരു മുടക്കവും തന്നെ ഇടില്ല. ഇഹ്റാം ചെയ്യലേ ഉജൂബുള്ളൂ, തൽബിയത്ത് ഉജൂബില്ല. തൽബിയത്ത് ഭംഗി മാത്രമാണ്. ഒന്നാം തൽബിയത്താ പറയും. കമാനഹവത്വഹാറത്തി, ഏതുപോലെ ശുദ്ധീകരണം, നോമ്പ്, അതുപോലെ അതൊന്നും തന്നെ ലായുസ്തറത്തുഫി ലഫു, അതിൽ നാവ് കൊണ്ട് പറയലുണ്ടോ നീയത്തി ഇല്ല. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ സ്വഹീഹിന്റെ മുഖാബിലക്കാർ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നു. നമസ്കാരത്തിൽ നിയ്യത്ത് വെച്ച ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം ചേർന്നുകൊണ്ട് വേണ്ടേ? വജൂബു തക്ബീരി, അത് മുഖാബിലക്കാരുടെ ദലീലിന്റെ റദ്ദാണ്. മുഖാബിലക്കാർക്ക് മറുപടി കൊടുക്കേന്ന് നിയ്യത്തി, നിയ്യത്തിനോട് ചേർന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം വുജൂബായത് ലിന്നസ്സി അലാ ഈജാബിഹിമാ, പ്രത്യേകം കൊട്ടേഷൻ ഉള്ളത് കൊണ്ടാണ്. നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും ഓരോ ഫർളാണ്, വുജൂബാണ് എന്ന് നസ്സുള്ളത് കൊണ്ടല്ലേ എന്താക്കി. അല്ലാണ്ട് നിയ്യത്താകണ്ടിക്കല് എന്റെ വേക്കിൽ ഒരു ദിക്ർ ചെലീനമർത്തണമെന്നാ ഉണ്ടാ. എന്ത് തന്നെയായാലും ഇഹ്റാമിന്റെ പേരിൽ സൂപ്പർ സ്പെഷ്യലായ കുളി വേണ്ട. നല്ല ഒരു കുളി എന്ത് വേണം? ഇഹ്റാമിന് വേണ്ടി. ഇതിൽ കുല്ലി അഹദിൻ ഫീ കുല്ലി ഹാലിൻ വലൗ നഹവ ഹായിദിൻ, ഇതിനാർക്കും കഴിവില്ല. പെരുന്നാൾ കുളി പോലെയാണ്. ഹൈദുകാരി നിഫാസുകാരി ഏറാൻ കിട്ടുന്ന നേരത്ത് പോലും എന്താക്കണം? ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല. പെണ്ണ് ഏറാൻ കെട്ടാൻ ഉദ്ദേശിച്ചാലും ശരി, മീഖാത്തിന് മുമ്പ്, മീഖാത്തൊന്നും എത്തിയിട്ടില്ല, നേരത്തെ ഏറാൻ കെട്ടേന്ന് പോലും, എന്നാലും കുളിക്കാണ്ട് രക്ഷപ്പെടോ? ഇപ്പൊ ഹൈദുണ്ട്, ചോർന്നൊലിക്കുന്ന നേരം മീഖാത്തിലെത്തുമ്പോഴേക്കാന്ന് വരും. ഇത് സ്റ്റോപ്പാകല്. എന്നാ അവിടുന്ന് ഏറാൻ കെട്ടോങ്കിൽ കുളിച്ചോ, ഇവിടുന്ന് കുളിക്കണ്ടെന്നാ. മീഖാത്തിലെത്തുന്നതിന് മുമ്പ് എന്തായാലും ചോര മുറിയൂല പോലും. എന്നിട്ടോ ഇവിടുന്നേ കെട്ടി, എന്നാലും ഏറാൻ വേണ്ടി കുളി വേണ്ടേ? തറത്തു തന്നെ അടയാന്നറിയാവോ? ഇസ്തിമ്രാറിൽ മീഖാത്ത് എത്തിയാലും ബാക്കിയാണ് എന്ന് അറിഞ്ഞാൽ ഏതായാലും ഖത്തീന്റെ തരീഖന്യാണ്. ഔജഹം നോക്കണ്ട. മീഖാത്ത് എത്തിയാലും ചോര നിൽക്കൂല. എന്നാ ഇപ്പം തന്നെ ഏതായാലും കുളിക്കണം. അവിടെ ഖത്ത് ഇതെല്ലാം മീഖാത്ത് എത്തിയാൽ നിൽക്കുമ്പോൾ ഇപ്പൊ നിൽക്കൂല, ചോര നിന്നിട്ടില്ല, എന്നാലും കുളിക്കണ്ടേ? ആടെയാണ് ഔജഹ്. മറ്റേത് കത്തുകാരൻ ഈ അടുത്ത കാലത്തൊന്നും ചോര നിൽക്കൂല, ഒരു മക്കത്തെത്തിയാലല്ല. എന്നാ കുളിക്കണം എന്നുള്ള ഇലിമിനെ പറയാനുണ്ടാ. ഇത് പറയുന്നത് മീഖാത്ത് കയറുമ്പോഴേക്ക് ചോര എല്ലാം ബന്ധാവും. എന്നാ അവിടുന്ന് നോക്കാം. പക്ഷെ ഏറാൻ ഇപ്പോഴാ കെട്ടുന്നു പോലും. എന്നാ കുളിക്കാണ്ട് വിടോ? കുളിയില്ലാത്തവന്റെ കാര്യം അപകടമെന്നല്ലേ പറയും. സുന്നത്തായ ഏതെല്ലാം മേഖല ഉണ്ടോ ആ മേഖലകളിൽ കുളിച്ചു എന്താകണം, ഇല്ലെങ്കിൽ വസും പറക്കത്തും പോയി പോകുമെന്ന്.
ഇത് സൂഫിയത്ത് ഉസാഫിയത്ത് തെളിയിച്ചതാണ്. 2-ാം ജുസിയിലുണ്ട്. ഇതിലുണ്ടാന്ന് നോക്ക് വായന. 2-ാം ജുസ് സുന്നത്തായ സന്ദർഭത്തിൽ ആരെങ്കിലും കുളി നിർത്തിവെച്ചെങ്കിൽ അവന്റെ കാര്യം അവതാളത്തിലാണ്, അള്ളാഹുവിന്റെ വകയായി. 2-ാം ജുസ് വായന ഉണ്ടാ മാരിഫത്ത് ഹിക്മത്ത് കിട്ടണ്ടെങ്കിൽ എല്ലാം സുന്നത്ത് കുളി നിർവഹിച്ചോളണം. ഒരിക്കലും ഒരു നിലക്കും സുന്നത്ത് കുളി വിട്ടുകളതല്ലേ. മഹല്ലി 2-ാം ജുസ് ഇല്ലേ, ഇതിലുണ്ട്. ഹസനഹു തിർമിദിയു ഇഹ്റാമിന് വേണ്ടി കുളിക്കണമെന്ന് ഇമാം തിർമിദി ഹസനാക്കിയിട്ടുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവരെ തൊട്ട് നബി തങ്ങൾ ഇഹ്റാം കെട്ടാൻ ഉദ്ദേശിച്ചാൽ കുളിക്കാറുണ്ട്. തിർമിദിയിലുണ്ട്. ഇബ്നു ഖുസൈമ ദാരിമി. വയുക്റഹു തർക്കുഹു, കുളിയെ ഉപേക്ഷിക്കൽ എന്താണ്? അതുപോലെ ഇഹ്റാമുൽ ജുനുബി, വലിയ ശുദ്ധിക്കാരൻ ഇഹ്റാം ചെയ്യൽ എന്താണ്? അതുപോലെ ഹൈലുകാരിയും ഹൈല് മുറിഞ്ഞിട്ടുണ്ട്, അവർക്കെല്ലാം ഇഹ്റാം കറാഹത്താണ്. എങ്ങനെയെങ്കിലും വലിയ ശുദ്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഇഹ്റാം കെട്ടാൻ തരയുണ്ടെങ്കിൽ അതാ നല്ലത്. വഗൈറുൽ മുമയ്യിസീൻ, പിഞ്ചോമന കുട്ടി, യുഗസിലുഹു വലിയുഹു, അവനെ കുളിപ്പിക്കേണ്ടത് ആരാണ്? വലിയ തന്നെയാണ് നീയത്ത് വെക്കൽ. അനുഭവ ആരെ തൊട്ട് പേരിനുള്ള കുളിയാണ്, പേര് അല്ലേ? തന്നിൽ ആയത് നിഫാസാവു, ഹൈലുകാരിയും നിഫാസുകാരിയും നീയത്ത് വെക്കണം. അശുദ്ധിയെ ഉയർത്തുന്നു എന്നൊന്നും കരുതിയേക്കണ്ട. പിന്നെ അല്ലാതെ വെക്കുന്ന അതേ നീയത്ത് തന്നെയാണ് ആരും വെക്കേണ്ടത്, നീയത്ത് വെക്കേണ്ടത്. ദയവ് ചെയ്ത് ഇവരുടെ ഏറാമ് പിന്തിക്കലാ സുന്നത്ത്. അവർക്ക് മീഖാത്തെത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ മീഖാത്തിൽ തങ്ങി നിന്നാല് മീഖാത്ത് വിടുന്നതിന് മുമ്പ് ഏറാൻ കെട്ടാൻ കഴിയുമെന്ന് കണ്ടാൽ അവര് ശുദ്ധിയാകുന്നത് വരെ കുറച്ച് സുലഭമാക്കലാ സുന്നത്ത്. അക്മലായ രൂപത്തിൽ തന്നെ ഇത് കിട്ടാൻ വേണ്ടി ഏറാമ് ഇവിടുന്നേ കുളിച്ചിട്ട് പോയാൽ പറ്റോ? കുളി മുന്തജായിദാണ് എഹ്റാമിനേക്കാൾ. ഇന്നു സിവാ കുളിയെ ചേർക്കപ്പെടുന്നുവെങ്കിലോ എഹ്റാമിലേക്ക് ഉൾപ്പെടെ ഈ കുളി കണ്ടാൽ തിരിയണ എതിരാക്കും. ഇതെന്തിന്റെ കുളിയാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ. അപ്പൊ അത്രയും നേർത്തിയായ മുടക്കൊന്നുമില്ല. കുറേ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു വെച്ചാലാകോ? എന്നിട്ട് കുടിക്കുന്ന കഞ്ഞീൻ്റെ മാതിരിയാവില്ലേ? മറ്റന്നാളെവിടെയോ പോകാൻ ഇന്നേ കഞ്ഞി കുടിച്ചു പോയി. ഭീമായ വേറൊന്നും ഞാൻ കണ്ടുപിടിച്ചതാണ്. നെസ്സെന്നല്ല ഇത് തട്ടിപ്പടച്ചുണ്ടാക്കിയതാണ്. അവൻ ശുദ്ധിയാകൽ സുന്നത്താണ്. എങ്ങനെ ശുദ്ധിയാകാനാണോ ജുമാന്റെ ബാബിൽ പറഞ്ഞത് 2475 ജുമാന്റെ ബാബിൽ 2475. അതിൽ നിന്ന് ഒരു കണിക പോലും കുറയൂല. ഇവിടെ ഈശ വട്ടണം തൊക്കി വട്ടണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എണ്ണീട്ടുണ്ട്. സോഫും പൗഡറെല്ലാം ഇട്ടിട്ട് മേലെന്ന് കേൾക്കണം. ജുമാന്റെ ബാബിന് എന്ത് തന്നീപ്പാണോ പറഞ്ഞത് അതിൽ നിന്ന് അണുവളവ് കുറയാതെ ഇവിടെയും വേണം. ഖബലൽ മുസ്ലിം,
ഈ തന്നീഫ് ഈ ബെറ്റർമെന്റ് എപ്പാ വേണ്ടത്? കുടിച്ചു കഴിഞ്ഞിട്ടല്ല. മീശയിലൊന്ന് തടവി നന്നാക്കി എല്ലാം ആ ടൈലിന്റെ എന്തെല്ലാം ഉണ്ടോ 2475 ഉണ്ട് എന്ന് അട്ടക്കി വലിച്ചിട്ടുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ലേ? 2475 ജുമാക്ക് പോകുന്നവന്റെ സുന്നത്ത് കളഞ്ഞു. താടിയൊന്നും തൊടാനേ പാടില്ല. പവൻ കൊടുത്താലും അവിടുന്ന് വിരമിക്കുന്ന നേരത്തെ ഇടുന്ന മുടി കിട്ടല് നിങ്ങൾക്ക് അല്ല, മുടി എടുക്കരുത്. മുടി കൃത്രിമ മുടി വെച്ച് കഴിയോ? ഇടുന്ന മുടിയെടുത്തിട്ടല്ല വേണ്ടത്, മുടിയാടുന്ന അടുക്കൽ. ഉംറ ചെയ്യുന്നതോറും മുടി വേണ്ടേ? അപ്പൊ ദാരിദ്ര്യം വന്നു പോകും. മുടിയാടെ വെക്ക്. എന്നാൽ എത്രയോ ശാരീഹീങ്ങൾ പറഞ്ഞല്ല, കമാ തുഖദ്ദമു ഹാദിഹിൽ ഉമൂറു ഫീ ഗസ്ലിൽ മയ്യിത്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മയ്യിത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ഭംഗി വരുത്തുമോ അതുപോലത്തെ ഭംഗി. എന്നാൽ ജുമാക്ക് എങ്ങനെ പറഞ്ഞോ അങ്ങനത്തെ ഭംഗി എന്നാണ് ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞ. നിരവധി 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 ശാരീഹീങ്ങൾ എന്താ പറഞ്ഞത്? മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ ചെയ്യും പോലെ. അയ്യോ മുറാദുഹു മുജ്മലുഹാ, മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും എന്നേ പറയാൻ പറ്റും. ലാ തഫ്സീലുഹാ, അടങ്കലുമല്ല. അടങ്കലുവാണെങ്കിൽ നിങ്ങൾ വഴിപഴിച്ചു പോകും. 313 എന്താ പറഞ്ഞത്? താടിയിൽ നിന്നോ മീശയിൽ നിന്നോ അല്ലെങ്കിൽ കക്ഷത്തിൽ നിന്നോ ഒന്നും തൊട്ടുകൊണ്ട 113 ഒതുക്കില്ലേ? ഘോരമായ ഹറാമാണെന്ന് വരെ കൗലുണ്ട്. 313 അപ്പൊ അതായിരിക്കോ മുറാദ്? അത്ര പോയത്തം പറയോ? മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ പലതും ചെയ്യാറുണ്ട്. വരച്ചു തേക്കലും അതുപോലെ ചാണകം കളയലും പലതും ഉണ്ട്. അതാണ് മുറാദ്. അങ്ങനെ വാർത്തിടാനും പാടില്ല. തെറ്റിദ്ധരിച്ചു പോകില്ലേ? മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ താടി ഒപ്പിക്കലും മീശ ഒപ്പിക്കലും കഷ്ടം ശരിയാക്കലും ഉണ്ടാ. 313 ജനായിസ് അടയിലെത്തിയ അല്ലെങ്കിൽ 6 മാസം കൊണ്ട് തന്നെ ജനായിസ് അടങ്കൽ അടക്കി പോയിച്ചു. ക്ലാസ് എടുത്ത് ജനായിസ് 313 അത്ര സ്പീഡിൽ ഇങ്ങനെ പോവില്ല. സൂപ്പർ ഫാസ്റ്റാണ്. എല്ലാ മസാലയും ഷെർവാനി ഇബ്നു ഖാസിം എല്ലാം ടച്ച് ചെയ്ത് ഇങ്ങനല്ല 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 അങ്ങനല്ലേ. 313 കണ്ട. ഞാൻ ആരെന്ത് പറഞ്ഞാലും ആള് പറയുന്നത് നോക്കണ്ട പോലെ. യുക്റഹു ലിമുരീദി തൽഹിയത്തി, ഉദ്ഹിയത്ത് അർക്കാൻ ഉദ്ദേശിച്ചവനെ കൊടിയ കറാഹത്താണ് ഇസാലത്ത് ചെയ്യൽ. മിന്നഹൽ ഉഹുരിഹി ളുഹുർ ഫഅല്ലദീന ഹാദു ഹറംനാ അലൈഹിം കുല്ലദീ ളുഹുർ. ലേ ഫാക്ക് നമ്മ ചെയ്യൽ വുജൂബ. ഫഅല്ലദീന ഹാദു ഹറംനാ അലൈഹിം കുല്ലദീ ളുഹുർ. ഔ ശഹരിഹി ഫി അശ്രി ദിൽ ഹിജ്ജ. അശ്രി ദിൽ ഹിജ്ജ മാത്രമല്ല 13 വരെയാണ് അർക്കുന്ന വരെയാണ്. 10 അർക്കല്, അതുകൊണ്ട് 10 പറഞ്ഞെന്നാ. 13 വരെയും എന്തെങ്കിലും തൊടാൻ പറ്റോ? അപ്പൊ ഏനാ കെട്ടുന്ന ആളായാലും തൊടാൻ പറ്റൂല. ഉദയത്താണ് പരിഗണിക്കേണ്ടത്. 9-ാം ജുസിലുണ്ട് 9-346 വയുക്റഹു കറാഹത്താക്കപ്പെടും ലിമുരീദി തൽഹിയത്തി ഇസാലത്തു ശൈഇൻ മിൻ ളുഫുരിഹി ഔ ശൈഇഹി വകദാ ദമിഹി എന്ന് വരെ. ഉദഹിയത്തിന്റെ ഭാഗം കണ്ടാ 9-346. അവിടെ നല്ല പരിഞ്ഞ ചർച്ചയുണ്ട്. ഇടയിൽ പെരുന്നാൾ വന്നെങ്കിലോ, ഇടയിൽ പെരുന്നാൾ വന്നെങ്കിലോ. എപ്പം മുതലാന്ന് ഒരു കറാത്ത് തുടങ്ങല്? ദുൽഹിജ്ജ മാസപ്പിറവി അറിഞ്ഞത് മുതൽ. ഒപ്പിക്കാനുണ്ടെങ്കിൽ ആദ്യം ഒപ്പിച്ചോളൂ. ദുൽഖഅദിന്റെ അവസാനം. ദുൽഹജ്ജ് പറഞ്ഞാൽ തൊടാൻ പറ്റൂല. പിന്നെ അറുക്കുന്നവർക്ക് അന്നേരം ഒരു ചോദ്യം, ഇടയിൽ വെള്ളിയാഴ്ച വന്നാലും കണക്കന്നല്ലേ? പിന്നെ 13 ദിവസം തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വരുമെന്ന് ഉറപ്പല്ലേ?
അത് ചോദ്യം. പിന്നെ പെരുന്നാൾ വന്നാല് പെരുന്നാൾ വരുന്ന ഉറപ്പല്ലേ 13ന്റെ ഉള്ളിൽ. 10 എന്ന് പറഞ്ഞത് ശരിയല്ല, 13 13. ഇനി വല്ല കാരണത്താൽ അറക്കാന് സാധിച്ചിട്ടില്ല മൃഗം പറഞ്ഞത് കൊണ്ട്, എന്നാ അറുത്ത് പൂർത്തിയാകുന്നവരെ ചിലപ്പോ റബീഉൽ അവ്വലിലാവും. 9346 അവിടെ നല്ല ചോദ്യവും ഉത്തരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് മുരീദുൽ ഇഹ്റാമാണെങ്കിൽ എന്താക്കിക്കോട്ട്, മുടിയല്ലോ നീക്കിക്കോട്ട്. എന്നിട്ട് കാരണവും പറഞ്ഞു, ഓന് ഇഹ്റാം കെട്ടിയ ശേഷം മുടി പൊരിഞ്ഞു വീണാല് ടാക്സ് വരൂലേ, അതുകൊണ്ട് എനിക്ക് ഇഹ്റാമിന്റെ കാര്യം ഭംഗിയാക്കി കൊടുക്കുക. പക്ഷെ അത് ബാത്തിൽ മർദൂദാന്ന് മസൽ അവർക്ക് പറയാൻ തോന്നി. അങ്ങനെ മുടി വീണ അടങ്ങാറല്ലേ, അതുകൊണ്ട് മുരീദുൽ ഇഹ്റാം മുടി നന്നാക്കിക്കോട്ട്. പുതിയ തീർക്കാൻ ഉദ്ദേശിച്ചാൽ മക്കത്ത് പോയ ആളും 90% അറിവിൻ്റെ ആൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് അനൗൺസ്മെന്റ് ചെയ്യണം 2 ദിവസം മുമ്പ്. മുടിയെടുക്കാനോ അല്ല മീശ വെട്ടാനോ ഉണ്ടെങ്കിൽ ഇന്നേ കളഞ്ഞോളണം. മാസഭ്യത അറിഞ്ഞു കഴിഞ്ഞാല് പറ്റൂല, ഒബ്ജക്ഷൻ ഉണ്ട്. അന്നേരം ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഇഹ്റാം കെട്ടാനില്ലേ, ഇഹ്റാമിന് വേണ്ടി ഫാഷൻ ആകണ്ടേ? ഇഹ്റാമിന് വേണ്ടി ഫാഷൻ ആകേണ്ട ആളും മുടിയൊപ്പിക്കാൻ പാടില്ല എന്നാ നിയമം. പെരുന്നാൾ വന്നാലും ശരി, വെള്ളിയാഴ്ച വന്നാലും ശരി, ഇഹ്റാമിന്റെ ആവശ്യം വന്നാലും ശരി, കൊടുക്കൂല എന്നാണ്. കമായെത്തി അതന്നലി കമായെത്തി 9346. ജനാപത്തുകാരനും അങ്ങനെ തന്നെ. ജനാപത്തുകാരനാണെങ്കിൽ ഇഹ്റാം കെട്ടുമ്പോ മുടിയോ നോക്കോ എടുക്കല, എന്ത് കയ്യിലെടുക്കൽ. അപ്പൊ ഹൈലുകാരിയോ, ഹൈലുകാരി എത്ര നാളാ നിൽക്ക്? കമാമറാന്നല്ലേ. ജനാപത്തുകാരൻ ഒന്നും തൊടാൻ പാടില്ല, കമാമറാണ്. 1284 ചെയ്യും കുളിക്കുന്നവരെ. 1284 കമാമറ. 1284 ജനാപത്തുകാരൻ ജനാപത്തുള്ളതായ സമയത്ത് ഒന്നും തന്നെ ഉണ്ടാക്കാൻ പാടില്ല, നീക്കാൻ പാടില്ല. പക്ഷേ ഹൈലുകാരിക്കകത്ത് ഒരു പോസ്റ്റ് അവിടെ അടിയിലുണ്ട്. ഇവന് കാസിമ ഹൈലുകാരിക്കകത്ത് നല്ല തങ്കം. അത് ഇവന് കാസിമിലുണ്ട്, മറ്റേതിലുണ്ട്, ഷെർവാനിയിലുണ്ട്. ഇബാറത്ത് ഷെറൈൽ ബാബി, ഷെറൈൽ ബാബിലുള്ള ഒരു ഓഫർ. പൈസന്നുലിൽ ചുരുമ്പി വലിയ ശുദ്ധിക്കാരന് സുന്നത്താണ് കുടിയെടുക്കലിനെ പിന്തിക്കൽ, ശുദ്ധിയാകുന്നവരെ. അതേ അങ്ങനെ പൊതുനിയമം. പക്ഷെ അതിനോടെതിരാണ് അയലുകാരിയിൽ വന്ന നസ് പോലെ പോക്ക് വേണ്ടത്ര എടുത്തോട്ടെ. അത് കണ്ട, അപ്പൊ അയൽ തീരാൻ നിൽക്കണ്ട. അയൽ വലിയ ശുദ്ധിക്കാർ ആരും എടുക്കരുത് എന്നല്ല അവസര. പക്ഷെ ഒരു നെസ് ഉണ്ട് എന്നാണ് അയലുകാരിയിൽ എന്ത് എടുത്തോട്ടെ. വർക്ക് ഓളപ്പ ശുദ്ധിയാകെന്ന് പറയാൻ പറ്റുമോ? കൃത്യം ഡേറ്റ് പറയാൻ കഴിയില്ല. അപ്പൊ 15 ദിവസം വരെ നീളൂലേ. കൃത്യം ഡേറ്റ് ഉണ്ടെങ്കിൽ ഓളം പിന്തിച്ചോളണോ? കൃത്യം ഡേറ്റ് ഉണ്ട്, 4 ദിവസം കൊണ്ട് അതിൽ നിൽക്കൂ, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് നിൽക്കൂ എന്നല്ല കൃത്യം നല്ല എളുപ്പത്തിൽ ആകുന്ന രൂപ ഉണ്ടെങ്കിൽ മനസ്സിൽ ചെറുവാനിയിലുണ്ട് അങ്ങനെ സാധ്യത. വൈകുല ബിദ ഒട്ടിക്കലും സുന്നത്താണ്. റജുലി വയദഹു കുളിയുടെ ശേഷം ഷാറഹു മുടിയെ പിന്നെ ഹബിസമുലിൻ പശ കൊണ്ട് പശയോണ്ട് ഒട്ടിക്കണം. എന്നെങ്കിലും മുടിയാട അടങ്ങി ഒതുങ്ങി നിൽക്കാൻ. അല്ലെങ്കിൽ മുടി ഇങ്ങനെ 4 ഭാഗത്ത് ഇങ്ങനെ ഒലന്ന് കിടക്കും. ഇങ്ങനെ പ്രത്യേകിച്ച് കട്ടൊന്നും കെട്ടില്ലല്ലോ, അപ്പോൾ തുറന്നിട്ടില്ല ഉണ്ടാകില്ല. അപ്പോൾ എല്ലാം വീട്ടിലിരിക്കുന്ന ആളെ വായിലേക്ക് വരെ മുടി കൊടുക്കും, മുടി നീന്തും. അതുകൊണ്ട് പശയോട് ഉണ്ടാക്കണം. സൗനല്ലഹു അൽ ഖംലി വേഗം കടന്നു കൂടലിനെ തൊട്ട് കാക്കാൻ, ശാസിനെ തൊട്ടും ജടകെട്ടൽ കട്ടക്കെട്ടലുണ്ടല്ല ഒന്നും വരാതിരിക്കും. അയ്യാ